നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നുള്ള ജ്യോതി ലക്ഷ്മിയുമായിട്ടാണ്. മാഡം വെറും 2 മാസം കൊണ്ട് 5 കിലോയിൽ കൂടുതൽ അധികം വെയിറ്റ് കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ മാഡം, മാഡത്തെ സ്വാഗതം ചെയ്യുകയാണ്. മാഡത്തിന്റെ കുടുംബകാര്യങ്ങളെ കുറിച്ച്, കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? എന്റെ ഹസ്ബൻഡിന്റെ വീട് അടൂരാണ്, പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. ഇവിടെ അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മോനുണ്ട്. ഓക്കെ, മാഡത്തിന് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? അന്നേരം എനിക്ക് ഒരു 69 കിലോ ഉണ്ടായിരുന്നു. കൂടുതൽ എല്ലാവരുടെയും പ്രഷർ കൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത്. എല്ലാരും പറയായിരുന്നു ഓവർ വെയിറ്റ് ആണ്. അങ്ങനെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചത്. പ്രയാസം എന്ന് പറഞ്ഞാല് എനിക്ക് ഡെലിവറിക്ക് ശേഷമാണ് വെയിറ്റ് കൂടാൻ തുടങ്ങിയത്. അന്നേരം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ വെയിറ്റ് കൂടുന്നതിന്. തന്നെയല്ല, എല്ലാരും പറയാൻ തുടങ്ങി വെയിറ്റ് കൂടുതലാണ്, അത് കുറയ്ക്കണം കുറയ്ക്കണം എന്നുള്ളൊരു എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് തോന്നിയ വെയിറ്റ് കൂടി പോവാണ്, അപ്പൊ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് വന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ടിട്ടാണ് വന്നത്. ഒരു 7 ഡേയ്സിലെ ഒരു ഫ്രീ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. അന്നേരം എല്ലാം നല്ല രീതിക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. ഞാൻ 7 ദിവസം അത് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പേയ്മെന്റ് ചെയ്തിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നത്. ഞാൻ ഫെബ്രുവരിയിലാണ് വന്നത്. അപ്പോൾ ഇപ്പൊ 2 മാസം കഴിഞ്ഞു. ഒരു 5 കിലോളം കുറഞ്ഞിട്ടുണ്ട്. നല്ല വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. എല്ലാരും പറഞ്ഞു വെയിറ്റ് ലോസ് ആയി വരുന്നുണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ മോണിറ്റർ ചെയ്യും, വെയിറ്റ് നോക്കും, പിന്നെ നമ്മുടെ വയറിന്റെ അളവ് അതൊക്കെ ചെക്ക് ചെയ്യും. അതെല്ലാം തോന്നിയിട്ട് എനിക്ക് കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇനിയും ഇതിൽ മുന്നോട്ട് പോവാണെങ്കിൽ ഇതിലും കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐഡിയൽ വെയിറ്റിലേക്ക് മാറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. മാഡം 2 മാസത്തോളം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ എക്സസൈസ് ചെയ്യുന്നുണ്ട്. മാഡത്തിന് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ് മെന്ററിങ് നമുക്ക് തരും. നല്ലോണം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിന്റെ കാര്യത്തിലായാലും നമ്മളെ വെയിറ്റ് ലോസ് എങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു അഡ്വൈസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല എക്സസൈസ് നമ്മളെ നമ്മള് ഒട്ടും നിരാശപ്പെടാതെ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യണം, നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു വാക്ക് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റി. സാറ് ഇങ്ങനെ എന്താ പറയും, ഒരിക്കലും നിർത്തരുത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ചെയ്യണം എന്നുള്ള നമുക്കൊരു കോൺഫിഡൻസ് തരുന്നു. അത് തന്നെയാണ് നമുക്ക് ഇതിലേക്ക് വരാനും പിന്നെ മെയിനായിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള നമുക്കൊരു കോൺഫിഡൻസ് തരും. കുറയും, നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു പറച്ചിലും ഒക്കെ കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ എക്സസൈസിന്റെ പ്രത്യേകത വന്നിട്ട് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് മോട്ടിവേഷൻ ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ മെന്ററിംഗ് ആണ്. ഈ മോട്ടിവേഷൻ ക്ലാസ്, ഈ മെന്ററിംഗ് നിങ്ങളുടെ എക്സസൈസ് ജേണിയിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് ആ മെന്ററിങ്ങിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലൊക്കെ ചെയ്താൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധവൽക്കരണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്തു. മാഡം പറഞ്ഞു 2 മാസം കൊണ്ട് 5 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞു. ഇനി മാഡത്തിന്റെ അടുത്ത ലക്ഷ്യം എന്താണ്? ഒരു 6 മാസം കൊണ്ടെങ്കിലും ഒരു 10 കിലോളം കുറയ്ക്കണമെന്നുണ്ട്. ഓക്കെ, ഇതുപോലെ വീട്ടിൽ ശരീരഭാരം കൊണ്ട് പ്രയാസപ്പെടുന്ന കുറെ ആളുകൾ, മാഡത്തിനെ പോലത്തെ സമപ്രായക്കാർ, വളരെ ചെറുപ്രായക്കാരുണ്ടായിരിക്കാം. ഇങ്ങനെ ചെറുപ്രായത്തിൽ ശരീരഭാരം കൂടിയ ആളുകൾക്ക് മാഡത്തിന് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഉപദേശം എന്ന് പറഞ്ഞാല് ഇതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. നമ്മളൊരു മനസ്സിലൊരു തീരുമാനം എടുക്കുക, നമ്മൾ വെയിറ്റ് ലോസ് ആകും, വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ള മനസ്സിലൊരു തീരുമാനം എടുക്കുക. അപ്പം തീരുമാനം എടുത്ത് നമ്മൾ അതിനോടുകൂടെ
മുന്നോട്ട് പോവുക. അപ്പൊ എന്തായാലും നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റും. മാഡത്തിന് ഈ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം ജീവിത ശൈലിക്ക്, ജീവിതത്തിന്റെ രീതിയിൽ വന്ന മാറ്റം എന്ന് പറയാൻ പറ്റും? ഭക്ഷണക്രമമായിക്കോട്ടെ, അല്ലെങ്കിൽ എക്സസൈസിന്റെ സമയങ്ങൾ, അങ്ങനെ ഒരു അച്ചടക്കം വന്നിട്ടുണ്ടോ? അച്ചടക്കം വന്നിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കും എക്സസൈസ് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഉണ്ടാവും. നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ഡെയിലി റുട്ടീനായിട്ട് മാറി. ഓക്കെ ജ്യോതിയുടെ വിലപ്പെട്ട സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് വളരെ നന്ദി.